ശ്രീ കെ നസറുദ്ദീൻ നോക്കൂ, ഇപ്പോൾ ഈ കോട്ടക്കൽ 7-ാം വാർഡിലെ 42 പേരിൽ 38 പേർ എന്ന് പറയുന്ന കാര്യം അങ്ങ് നിഷേധിച്ചിരിക്കുന്നു. അതിൽ ഒരാൾ മരിച്ചുപോയ ഒരാളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ്. ഇത് നോക്കുന്നത് വളരെ പ്രാദേശികമായി തിരിച്ചറിയേണ്ടതും തിരുത്തേണ്ടതുമായ കാര്യങ്ങളാണ്. അത് സർക്കാർ ഒരു രേഖ, ഒരു ലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബാലിശമായി പോകില്ലേ? അതിനപ്പുറത്തേക്ക് ഈ വീഴ്ചയുണ്ടായത് എവിടെയാണ് എന്ന് സംബന്ധിച്ച് നഗരസഭ കൃത്യമായി പരിശോധിക്കണ്ടേ? തീർച്ചയായിട്ടും നഗരസഭ ഇന്ന് ചെയർപേഴ്സണും സെക്രട്ടറിയും അടങ്ങുന്നവർ മാധ്യമങ്ങളോടും നിങ്ങളോടൊക്കെ പറഞ്ഞത് അത് വളരെ വ്യക്തമായിട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കുകയും കോട്ടക്കൽ നഗരസഭയിലെ 5400ഓളം വരുന്ന പെൻഷനുകളെക്കുറിച്ച് വ്യക്തമായി പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കുമെന്നിട്ടുള്ളതാണ് ഇന്ന് നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറി അടക്കമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അടക്കമുള്ളവർ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് 2021 റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടതെങ്കിൽ ഈ 3 വർഷക്കാലത്തിൻ്റെ ഇടയിൽ എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാർ എന്ത് നിലപാടാണ് ഇതിലെടുത്തിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് വരേക്ക് ഇത്തരത്തിലുള്ള കണ്ടുപിടിച്ചു എന്ന് പറയുന്നവരുടെ ലിസ്റ്റിൽ ഇന്ന നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ഷനോ ഒരു ലെറ്ററോ നഗരസഭയ്ക്ക് നൽകുകയോ ചെയ്തിട്ടില്ല. ഇവർ ഇന്ന് പത്രത്തിലൂടെ കോട്ടക്കൽ നഗരസഭയിലെ ഒരു വാർഡിൽ മാത്രം ഇത്രമാത്രം ഉണ്ടെന്ന് പറയുകയും ഇതിനെതിരെ വിജിലൻസ് എൻക്വയറി നടത്തുകയും എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വന്ന ഒരു ന്യൂസ് ഉണ്ട് എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാതെയും പെൻഷൻ അനുവദിക്കാതെയും ഒക്കെ ഇത് സംഭവിക്കുന്ന കാര്യമല്ലല്ലോ. അതാണ് ഞാൻ ഇടവേളയ്ക്ക് മുൻപ് പറഞ്ഞത്. ഈ ഘട്ടങ്ങളിലൊന്നും പരിശോധന നടത്താതിരുന്നത് സംസ്ഥാന സർക്കാരിന്റെ മാത്രം കെടുകാര്യസ്ഥതയാണെന്ന് പറയാൻ കഴിയുമോ? ഇതൊക്കെ പ്രാഥമികമായി പരിശോധിച്ച ഉദ്യോഗസ്ഥരുണ്ടല്ലോ. അല്ല, തീർച്ചയായിട്ടും ഇതിൽ പ്രാഥമികമായ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അത്തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ കേരളത്തിലെ പൊതുപ്രവർത്തകരായിട്ടുള്ള ഒരാൾക്കും അതിന് മറുത്തൊരു അഭിപ്രായം ഉണ്ടായില്ല. അത്തരത്തിൽ നടപടി സ്വീകരിക്കാൻ വാങ്ങിയിട്ടുള്ള അത്തരത്തിൽ അനർഹമായിട്ട് പെൻഷൻ വാങ്ങിയിട്ടുള്ളവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക. അവർ വാങ്ങിയ പണവും അതിൻ്റെ ഇൻട്രസ്റ്റും അതിനെതിരെ എന്തെല്ലാം കേസെടുക്കാൻ പറ്റുമോ അതെല്ലാം എടുത്തുകൊണ്ട് ഈ പണം വസൂലാക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരും അഭിപ്രായം. അതിലൊന്നും യാതൊരു മാറ്റമില്ല. പക്ഷേ ഈ കോട്ടക്കൽ നഗരസഭയെ മാത്രം വിജിലൻസ് എൻക്വയറി നടത്തുകയും കേരളത്തിൽ മൊത്തത്തിലുണ്ടായ ഒരു സംഭവ വികാസത്തിൽ കോട്ടക്കൽ നഗരസഭയെ മാത്രം കുറ്റം പറയുന്ന രീതിയിലുള്ള നഗരസഭയെ കുറ്റം പറയലല്ല. ഇപ്പൊ നഗരസഭ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്വത്വം എന്നൊന്നുമില്ല. നഗരസഭയെ കുറ്റം പറയുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ മുഴുവൻ സംവിധാനത്തിൽ ഇതൊരു സാമ്പിളായി എടുക്കേണ്ടതാണ് കോട്ടക്കൽ എങ്കിൽ അത് മറ്റിടങ്ങളിലേക്കൊക്കെ വ്യാപിച്ചിരിക്കുന്ന കെടുകാര്യസ്ഥതയുടെ സൂചകമാണ് എങ്കിൽ അതാണ് കോട്ടക്കൽ മോഡൽ എന്നുള്ളതാണ് കേരളം ഭയപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്.